ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ്. ആദിലയാണോ, നെവിനാണോ, അക്ബറാണോ? ഈ ഒരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ്. മിഡ് വീക്ക് എവിക്ഷന്റെ പ്രൊമോക്കകത്ത് നിന്നും എന്തെങ്കിലും ഹിന്റുകൾ നമുക്ക് കിട്ടുന്നുണ്ടോ? ആരാണ് ശരിക്കും ഔട്ട് ആവാനായിട്ട് പോകുന്നത്? പ്രൊമോയുടെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒപ്പം ലൈവിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനും ഉണ്ട്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രൊമോ കണ്ടിട്ടുണ്ടാവും. മിഡ് വീക്ക് എവിക്ഷൻ വരാൻ പോവാണ്. ഇന്ന് ഒരാൾ വീട്ടിന്റെ വെളിയിൽ പോകുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ബിഗ് ബോസിന്റെ വീട്ടിൽ നിന്നും ഈ മിഡ് വീക്ക് എവിക്ഷൻ വഴി ഒരാൾ പുറത്താവും. 7 പേരിൽ നിന്ന് ഒരാൾ പുറത്താവും. അനുമോള്, അനീഷ്, നെവിന്, അക്ബർ, ഷാനവാസ്, ആദില, നൂറ, ഇവരാണല്ലോ ആ 7 പേര്. ഇവരിൽ നിന്ന് ഒരാൾ പുറത്താവുന്നു. പുറത്തു വന്നൊരു ബോംബിന്റെ ഒരു വയറ് കട്ട് ചെയ്യുന്നൊരു ടാസ്ക് ആണ്. വയറ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും റെഡ് പുകയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എവിക്റ്റഡ് ആണ്. ഗ്രീൻ പുകയാണെങ്കിൽ സേവ്ഡ് ആണ്. അതാണ് ടാസ്ക്. ഇനി ആരാണ് ഔട്ട് ആവാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ മുതലേ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഔട്ടായി, നെവിൻ ഔട്ടായി എന്ന് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ രണ്ടുപേരും രണ്ടുപേരും ഔട്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി പക്ഷേ ഈ പ്രൊമോ നോക്കുമ്പോൾ ഒരാളാണ് ഔട്ടാവുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഇവർ രണ്ടുപേരിൽ ആദിലയോ നെവിനോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിലവിലുള്ളതിൽ അവർക്കാണ് കുറച്ച് വീക്കസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം അനീഷ്, അനുമോള്, ഷാനവാസ്, നൂറ, അക്ബർ, ഇവർ ഇത്രയും പേര് സേവ് ആകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ബാക്കി നമ്മുടെ ടോപ്പ് 6, ടോപ്പ് 7 വരുന്നത് നെവിനും ആദിലയും തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പ്രൊമോ കണ്ടിട്ട് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇപ്പം വോട്ടിങ്ങിൽ ഇനിയിപ്പോൾ തകടം മറികളൊന്നും നടക്കത്തില്ലല്ലോ. കാരണം ലാസ്റ്റ് വീക്കാണ്. ഓട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും മാറി കുത്താനൊന്നും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആദിലയോ നെവിനോ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ആദിലയാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പം ആദിലയും നൂറയും ഫിനാലയിലുണ്ട്. അപ്പം നമുക്കറിയാം വോട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈ പെർഫോമൻസ് വെച്ച്, അല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കൂടുതലും നൂറയാണ്. ആദിലയാണ് ബിഗ് ബോസ് മെറ്റീരിയൽ എങ്കിലും ആൾക്കാർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് നൂറയാണ്. അപ്പോൾ വേണമെങ്കിൽ ആദിലയുടെയും നൂറയുടെയും ടീം അവരുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആരാണോ അവർക്ക് വേണമെങ്കിൽ തന്ത്രപൂർവ്വം കളിക്കാം. ആദില എന്തായാലും വെളിയിലായി കഴിഞ്ഞാൽ നമുക്ക് നൂറയെ രക്ഷപ്പെടുത്താം എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് വോട്ട് പിടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പിറകിൽ ഒരു ടീം കാണുമല്ലോ വർക്ക് ചെയ്യാനായിട്ട്, ആ ടീം നമുക്ക് ആദിലെ പുറത്താക്കാം. നൂറ് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ആദില പുറത്ത്. അപ്പം എനിക്കതുകൊണ്ട് സാധ്യത തോന്നുന്നത് ആദിലയുടെ കാര്യമാണ്. പക്ഷേ 2 പേര് പുറത്തായി എന്ന് പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കുറേ അടുത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. 2 പേര് ഔട്ടായി. പ്രൊമോക്കകത്ത് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്ന് കണ്ടറിയാം. ഇനിയിപ്പോൾ ബിഗ് ബോസ് ഒരെണ്ണത്തിൽ നിന്ന് ചുവന്ന പുക വരുമെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കുമ്പോൾ ഇനിയിപ്പോൾ 2 നിന്ന് ചുവന്നത് വരുമെന്ന് അറിയത്തില്ല. എന്തായാലും ആദിലയുടെ നെവിൻ്റെ പേരാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കിടന്ന് കറങ്ങുന്നത്. എനിക്ക് അറിഞ്ഞുകൂടെ മക്കളെ, കണ്ട് തന്നെ അറിയണം എന്താവും എന്നുള്ളത്. എന്തായാലും ടോപ്പ് 5 ആരൊക്കെയാണെന്ന് ഇന്ന് അറിയാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഇന്നൊരാൾ ഔട്ടാക്കിയിട്ട് ലാലേട്ടൻ ഒന്നൊരാളെ കൈ പിടിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ട് പോവുമോ, അതോ കണ്ടസ്റ്റൻസ് തിരിച്ചു പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞു വിടുവോ? കണ്ട് തന്നെ അറിയാം. അടുത്ത വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ഈ പറയുന്ന പോലെ ഡേഞ്ചറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യും. അത് ലൈവ് വന്നതിന് ശേഷം നിങ്ങൾക്ക് വോട്ട് ചെയ്യും. ഇതുവരെ വോട്ട് ചെയ്യാത്തവർ, ഇന്നത്തെ വോട്ട് ചെയ്യാത്തവർ, ആദിലയും നെവിനും, ഇവർക്ക് 2 പേർക്ക് വോട്ട് ചെയ്യാത്തവരൊന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ചെയ്യാതെ ഞാൻ പറയുള്ളൂ. കാരണം ആരാണ് ഔട്ടാവുന്നതെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് മാറ്റി ആർക്കെങ്കിലും കുത്തണമെങ്കിൽ കുത്താം. അല്ല വെറുതെ കുത്തി ഇനി വേസ്റ്റ് ആക്കണ്ട. ഇത്രയും നേരം ഞാനത് പറഞ്ഞില്ല. ഇനി നിങ്ങളത് വേസ്റ്റ് ആക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇതാണ് എനിക്ക് പ്രൊമോയെ പറ്റി പറയാനുള്ളത്. ഇനി ലൈവിനകത്ത് അവിടെ രാവിലെ അവർക്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആരോടെങ്കിലും സങ്കടമോ താങ്ക്സോ ഒക്കെ പറയാനുണ്ടെങ്കിൽ പറയാനായിട്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, അപ്പോൾ ആദില വന്നിട്ട് താങ്ക്സ് ആണ് അനുമോടുത്ത് പറയുന്നത്. എന്തിനാണ്? എനിക്ക് മനസ്സിലാക്കി തന്നതിന്. കൂടെ നിന്ന് പലരും ചതിക്കുമെന്നും, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഇല്ല എന്നും, ജീവിതത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നും, അഭിനയം ഈസി ആണെന്നും, പിന്നെ പുറത്തു പോയാൽ ബന്ധങ്ങൾ വെക്കാൻ നല്ലതല്ലെന്നും, ആരുടെ മുന്നിൽ കൈകൂപ്പിയിട്ട് ഒരു കാര്യം ഇല്ലെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ആദിലായിട്ട് 2 കുത്തി കൊടുക്കുന്നുണ്ട് അനുമോൾക്ക്. ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് പോയി അനുമോളത്ത് മാപ്പ് പറയുന്നുണ്ട്. ഇവർ പല നേരവും പല സ്റ്റാൻഡിലാണ് പലരും നിൽക്കുന്നത്. ഇന്നലെ രാത്രി ആദിലയും അനുവും കൂടെ എല്ലാം പറഞ്ഞ് ക്ലിയർ ആയതാണ്. രാവിലെ ആയപ്പോൾ വീണ്ടും ഇങ്ങനെയായി. ഇനി വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ശരിയാവും. അതിനുശേഷം ഇവരുടെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇതാണ് ലൈവിലെ സംഭവങ്ങൾ. നമുക്കിനി നോക്കാം. അടുത്ത് ഈ പറയുന്ന പ്രൊമോയിലുള്ള എവിക്ഷൻ്റെ സംഭവങ്ങൾ വരട്ടെ. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, ലൈവ് വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും ബൈ.